രുദ്രാക്ഷം, എൻ്റെ പ്രാണനല്ലേ നീ? എന്നിട്ട് എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത വിചാരമൊക്കെ നീ നിന്റെ മനസ്സിലിട്ട് താലോലിക്കുന്നത്? അർജുൻ അവളെ നോക്കി ചോദിച്ചു. ഏട്ടൻ വെറുതെ പറയാ, എന്നെ പറ്റിക്കുക, ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുക. എനിക്കറിയാം. ചിമ്മു ചുണ്ടനക്കി. എൻ്റെ പെണ്ണിനെ എനിക്ക് ജീവനാണെന്ന് പറയുന്നത് പറ്റിക്കാൻ വേണ്ടിയാണോടി? എന്നിട്ടെന്താ കല്യാണത്തിന് മുന്നേ എന്നോട് വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നെ ഇഷ്ടമല്ലെന്നുള്ളത് എൻ്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത്? എന്തെല്ലാം ചീത്ത വിളിച്ചു. ഏട്ടന് ഇഷ്ടമുണ്ടായിട്ടാണോ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയത്? സംശയത്തോടെ അവൾ അർജുനെ നോക്കി. എടി ആമി, അത് പിന്നെ നീ ഒരു കൊച്ചു പെൺകുട്ടി, പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ തോളപ്പം പോലുമില്ല. നിന്നെ കണ്ടപ്പോൾ ആകെ കൂടി ഒരു വിഷമം പോലെ വന്നു. ഞാനാണെങ്കിലോ എനിക്കുടനെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുമല്ലായിരുന്നോ? എന്നിട്ടെല്ലാം പെട്ടെന്ന് ഇടിപിടിയെന്നായതുകൊണ്ട് സത്യത്തിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ നിന്നോട് സംസാരിച്ചപ്പോൾ നീ ആണെങ്കിൽ ഒടുക്കത്തെ ജാട. നീ ഒട്ടും മോശമല്ലായിരുന്നല്ലോ. അപ്പം പിന്നെ എനിക്ക് ഇത്തിരി ദേഷ്യം വന്നു. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. അല്ലാണ്ട് നിന്നെ ഇഷ്ടക്കുറവായിട്ടൊന്നും അല്ല പെണ്ണേ. അർജുൻ അവൻ്റെ മനസ്സ് തുറന്നു കാണിച്ചതും ചിമ്മു ആ മുഖത്തേക്ക് പിന്നെയും നോക്കി. എന്നിട്ടും വിശ്വാസം വരാത്തതുപോലെ അവനെ വീണ്ടും ഉറ്റുനോക്കി. നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാൻ ഇത്തിരി റഫായിട്ട് പെരുമാറിയത്. നീ പറഞ്ഞില്ലേ നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പഠിക്കണം, ഒരു ജോലി മേടിക്കണം, സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കണം എന്നൊക്കെ. ഞാൻ അതിനൊക്കെ ഒരു തടസ്സമാകണ്ടെന്ന് കരുതിയാണ് നിന്റെ അടുത്ത് സ്ട്രിക്റ്റായിട്ട് നിന്നത്. കപ്പിൾസ് ലൈഫ് ഒരു വശത്ത് കിടക്കട്ടെ. ഇപ്പോൾ തൽക്കാലം നീ പഠിച്ച് മിടുക്കിയായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങണം. പഠനം തീരാൻ ഇനിയും ഓൾമോസ്റ്റ് 10 മന്ത്സ് കൂടി കാണും. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നിന്നും ചിമ്മു ഊർന്ന് താഴേക്കിറങ്ങി. എന്നോട് ദേഷ്യത്തോടെ പെരുമാറുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വെറുപ്പായിരിക്കുമെന്ന്. ഇന്നലെ ക്ലാസ്സിൽ നിന്ന് ഉറക്കി നിർത്തിയില്ലേ? എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു മോശക്കാരിയായി. ഗ്രേസ് മാം പോലും എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പഠിക്കത്തില്ലാത്ത പെണ്ണാണെന്ന് മാം ഓർത്തു. പറയുമ്പോൾ അവൾക്ക് സങ്കടം. നീ ആരുടെ മുമ്പിലും ഒരു മോശക്കാരിയുമായിട്ടില്ല. നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കോണം. ശ്രദ്ധിക്കാണ്ടിരുന്നപ്പോൾ ഇന്നലെ എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. ചോദ്യം ചോദിച്ചപ്പോൾ വായും പൊളിച്ച് നിൽക്കുമല്ലേ, പിന്നെ കലി വരാതിരിക്കുമോ പറയേ? എന്ന് കരുതി ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാനും മാത്രം പ്രശ്നമുണ്ടായോ? ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ആ, ഇനി വഴക്ക് പറഞ്ഞോളാം, പോരെ? ചിരിയോടെ അർജുൻ പറഞ്ഞു. പകരമായി അവൻ്റെ നെഞ്ചിൽ അവൾ ഒന്ന് പിച്ചി. ഒരുങ്ങി വാ പെണ്ണേ, എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ട്. അർജുൻ കണ്ണുരുട്ടിയപ്പോൾ ചിമ്മു ചിരിയോടെ റെഡിയാവാനായി പോയി. ലാവൻഡർ ഷെയ്ഡ് ഒരു ചുരിദാറായിരുന്നു അവളന്ന് ഇടാനെടുത്തു വെച്ചത്. അതേ നിറമുള്ളൊരു ഷർട്ട് അർജുന് വേണ്ടിയും എടുത്തു വെച്ചു. ഡി പെണ്ണേ, മാച്ച് ആൻഡ് മാച്ച് ഇട്ടുകൊണ്ട് പോയിട്ട് ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് അപവാദം പറഞ്ഞുണ്ടാക്കിക്കാനാണോ നിന്റെ പ്ലാന്? സെയിം കളർ ഡ്രസ്സ് എടുത്തു വെച്ചത് കണ്ട് അർജുന അവളോട് ചോദിച്ചു. ഒരു രസം. അവനെ നോക്കി പെണ്ണൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർ തന്ന ഷർട്ടാണ് നീ കഴിഞ്ഞ ദിവസം യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ കത്തിച്ചു കളഞ്ഞത്. സോറി ഏട്ടാ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. പിന്നീട് കാര്യോർത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു എന്നേ. എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപികയായിരുന്നു സിസ്റ്റർ കത്രീന. എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് പോലും എൻ്റെ സിസ്റ്ററിനറിയാം. അങ്ങനെയാണ് എനിക്ക് മാരേജിന് അതേ കളർ ഗിഫ്റ്റായിട്ട് ഷർട്ട് കൊണ്ടുവന്ന് തന്നത്. അർജുനാണെങ്കിൽ ചിമ്മു എടുത്തു വെച്ച ഷർട്ടിൻ്റെ ബട്ടൺസ് വേർപ്പെടുത്തിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു. റിയലി സോറി. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള മിസ്റ്റേക്ക് ഒന്നും വരില്ല, പ്രോമിസ്. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അർജുൻ ഷർട്ട് എടുത്തിട്ടു. എന്നിട്ട് ചിമ്മുവിനോടും റെഡിയായി ഇറങ്ങി വരാൻ പറഞ്ഞു. അർജുൻ്റെ സംസാരവും പെരുമാറ്റമൊക്കെ കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ തന്നോട് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചിന്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആളുടെ മനസ്സിത്താനുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലായതും പെണ്ണിന് ഏറെ സന്തോഷം. ഒപ്പം വാക്കുകൾക്ക് അതീതമായ എന്തോ ഒരു സംഗതി. ആമി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടി. അർജുൻ വിളിച്ചതും ചിമ്മു വേഗം അടുക്കളയിലേക്ക് പോയി. ചപ്പാത്തിയും എഗ് റോസ്റ്റും അർജുൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇരുവരും ചേർന്ന് ഭക്ഷണം കഴിച്ചത്. ഇടയ്ക്കൊക്കെ ചിമ്മു അവനെ ഒളികണ്ണാൽ നോക്കുന്നുണ്ട്. എന്താമി ഒരു കള്ള നോട്ടം? അർജുൻ ചോദിച്ചതും അവൾ ഒന്ന് പരിങ്ങി.
എന്നിട്ടൊന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചു. പെട്ടെന്ന് കഴിക്ക്, നേരം പോയി. അവൻ ധൃതി കാട്ടി. ഇതാ കഴിഞ്ഞൂന്നേ. അവൾ മുട്ടയെടുത്ത് അവൻ്റെ പ്ലേറ്റിലിട്ടു. ഇത് കഴിക്കാമീ. അർജുൻ തിരിച്ച് അത് അവളുടെ പ്ലേറ്റിൽ ഇടാൻ തുടങ്ങിയതും ആമി അത് തടഞ്ഞു. വേണ്ട വേണ്ട, എനിക്ക് വയറ് പൊട്ടാറായി. അവൾ തൻ്റെ വയറ് തൊട്ടുകൊണ്ട് അവനെ നോക്കി. പൊട്ടിക്കോട്ടെ, ബാക്കി ഞാൻ ചെയ്തോളാം. അർജുൻ എഴുന്നേറ്റ് വന്നിട്ട് അത് അവളുടെ വായിൽ വയ്ക്കാൻ തുടങ്ങിയതും ചിമ്മു പെട്ടെന്നത് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അനുസരണയ്ക്കും ഉണ്ട്, അർജുൻ ചിരിയോടെ പറഞ്ഞു. അന്നത്തെ ദിവസം ഒരുപാട് ഹാപ്പി ആയിട്ടാണ് രണ്ടാളും കോളേജിലേക്ക് പോയത്. ഏട്ടാ, ആ കാർത്തിക് എങ്ങാനും വരുവാവോ? ഇനിയും ശല്യം ചെയ്താൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയട്ടെ. കുറച്ചു ദൂരം പിന്നിട്ടതും ചിമ്മു അർജുനെ നോക്കി. ഇനി അവൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നാൽ നീ അങ്ങനെ പറഞ്ഞാൽ മതി. അതെന്താ, ഇനി അവൻ വരില്ലേ? അവൾക്ക് സംശയം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. അഥവാ വന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു. ചിമ്മു തലകുലുക്കി. എന്നെ ഇവിടെ ഇറക്കിയാൽ മതി അർജുനേട്ടാ. കോളേജ് ഗേറ്റിൻ്റെ അരികിലെത്തിയതും അവൾ അർജുനോട് പറഞ്ഞു. അതൊന്നും സാരമില്ല പെണ്ണെ, നീ അവിടെ അടങ്ങിയിരിക്കുക. വേണ്ടേട്ടാ, കുട്ടികൾ ആരെങ്കിലും കണ്ട അവർക്ക് സംശയം തോന്നും. അഥവാ അങ്ങനെ തോന്നിയാൽ നീ അവരോട് കാര്യം പറഞ്ഞേക്ക്. എന്ത് കാര്യം? ചിന്മയുടെ നെറ്റി ചുളിഞ്ഞു. ഞാൻ നിന്റെ കെട്ടിയവനാണെന്ന്. അവൾ അന്തിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ, നിനക്ക് ഡൗട്ടുണ്ടോ? അല്ല, ഏട്ടനതൊക്കെ ദേഷ്യാവില്ലേ? എനിക്കൊരു ദേഷ്യവുമില്ല. നീയല്ലേ പറഞ്ഞത് ഭർത്താവാണെന്നുള്ള കാര്യം ആരോടും പറയണ്ടെന്ന്? മറന്നുപോയോ? പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി നിർത്തി അർജുൻ തൻ്റെ അരികിലിരിക്കുന്നവളെ നോക്കി. എനിക്കൊരു ദേഷ്യവുമില്ല. അത് പിന്നെ ഞാനോർത്തു എന്നോട് ദേഷ്യമല്ലേ, അപ്പം പിന്നെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമായില്ലെന്ന്. ചെല്ല്, നേരം പോകുന്നു. അർജുൻ അവളെ നോക്കി കണ്ണുരുട്ടി. ഇന്നെന്നെ വഴക്കൊന്നും പറയരുത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിണങ്ങും കേട്ടോ. ചെറുതായിട്ട് അർജുനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചിന്മയെ ഇറങ്ങിപ്പോയത്. ചിമ്മു വരുന്നതും കാത്ത് ഒരുവൻ നിൽക്കുന്നത് അർജുൻ കണ്ടു. പെട്ടെന്ന് അർജുൻ്റെ മുഖം ഇരുണ്ടു. ഇവനെ കൊണ്ട് തോറ്റല്ലോ. എൻ്റെ പെണ്ണിനെ വായി നോക്കാൻ ഇറങ്ങിക്കുക. പെറുകുർത്തുകൊണ്ട് അർജുൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ചിന്മയി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാർത്തിക് ചിമ്മുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ നോക്കി പറഞ്ഞു. ആകെ കൂടി അവൻ്റെ പരവേശം കണ്ടപ്പോൾ പെണ്ണിന് സംഗതി പിടികിട്ടി. ഇന്ന് പറഞ്ഞു തീർത്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് അവൾ ഓർത്തു. ഒപ്പം സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്കലേക്ക് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അർജുൻ എവിടെങ്ങാനും നിൽപ്പുണ്ടോ എന്നാണ് പെണ്ണ് നോക്കിയത്. അർജുനേട്ടനാണെങ്കിൽ വാക്ക് തന്നതാ, ഇനി ഇവൻ്റെ ഉപദ്രവം ഒന്നും വരില്ലെന്നുള്ളത്. എന്നിട്ടതേ വീണ്ടും വന്നേക്കുന്നു. ചിമ്മു ദേഷ്യത്തിൽ കാർത്തിയെ നോക്കി. ചേട്ടൻ എന്താ വേണ്ടത്? ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോ. വെറുതെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? അവൾ ഗൗരവത്തിൽ അവനെ നോക്കി. എടോ, എനിക്കൊരു കാര്യം പറയാൻ. എന്ത് കാര്യമാണ് ചേട്ടന് പറയാനുള്ളത്? അപ്പോഴും അവൾ ഗൗരവത്തിൽ തന്നെ. എടോ, അത് പിന്നെ പേഴ്സണലാണ്. തനിക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുമോ? ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ലൈബ്രറി വന്നോളൂ. അത്രമാത്രം പറഞ്ഞ ശേഷം അവൾ ക്ലാസ് റൂമിലേക്ക് പോയി. ചിമ്മു കാർത്തികനോട് സംസാരിക്കുന്നത് അർജുൻ കണ്ടിരുന്നു. ഇത്തിരി നേരം അവൾ അവനോട് സംസാരിച്ച് നിന്നല്ലോ എന്നതാണ് അവൻ്റെ മനോവിഷമം. ഇതിനു മാത്രം അവനോട് പറയാൻ എന്തിരിക്കുന്നു? അർജുൻ്റെ നെറ്റി ചൊളിഞ്ഞു. അവൻ തെല്ല ദേഷ്യത്തിലാണ് ക്ലാസ്സിലേക്ക് വന്നത്. കൂട്ടുകാരികളുടെ അടുത്ത് സംസാരിച്ച് നിൽക്കുവാണ് ചിമ്മു. സാർ വന്നു. കുട്ടികളെല്ലാവരും കൂടി തേനീച്ച മൂളുന്നതുപോലെ മൂളിക്കൊണ്ട് അവരവരുടെ പ്ലേസിലിരുന്നു. പ്രേയർ ടൈമിൽ ചിമ്മു ആണെങ്കിൽ അർജുനെ പാളി നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവൾക്കത് കണ്ട് ചിരി വന്നു. നിനക്ക് എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് അവന്തിക അവളോട് പതിയെ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ ഒരു രസം. അവൾ മറുപടിയും കൊടുത്തു. രസവും സാമ്പാറുമൊക്കെ സാറെടുത്ത് അവിയലാക്കരുത് കേട്ടോ. സൂക്ഷിച്ചു വേണം, പറഞ്ഞേക്കാം. അവന്തിക പറഞ്ഞതും ചിമ്മ അവളുടെ കാൽത്തുടയിൽ ഒന്നു നുള്ളി. എടി, എനിക്ക് നല്ലോണം വേദനിച്ചു കേട്ടോ. അവന്തിക ചെറുതായി അവളോട് ദേഷ്യപ്പെട്ടു. എടാ, എന്താ അവന്തിക, എന്താണ് അവിടെ പ്രശ്നം? അർജുൻ ഉച്ചത്തിൽ ചോദിച്ചതും അവന്തിക ചാടി എണീറ്റു. സർ, ഒന്നുമില്ല സർ. പിന്നെന്താ? ഞാൻ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ നിങ്ങളുടെ സംസാരം. സോറി സർ. അവൾ മുഖം കുനിച്ചു. അർജുൻ നോക്കിയപ്പോൾ യാതൊരു കൂസലും ഇല്ലാതെ ചെറിയ പുഞ്ചിരോടെ ഇരിക്കുവാണ് ചിമ്മു. ഇന്നലെ നേരത്തെ പേടിച്ചു വരച്ചു നിന്ന പെണ്ണാണ്. ഇപ്പോൾ ദേ ഇതൊന്നും അവളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലാണ് ഇരിപ്പ്.
തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇവളെ എടുത്ത് ഇത്ര പെട്ടെന്ന് തലേ കയറ്റി വെച്ചത് ഈ ഞാനാണ്. അതിൻ്റെ അഹങ്കാരമാണ് ഈ കാണുന്നതെല്ലാം. പെണ്ണൊന്ന് കരഞ്ഞപ്പോൾ തൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി. മാറിക്കിടന്നപ്പോൾ അവളോടുള്ള ദേഷ്യം ആവിയാക്കി കളഞ്ഞത് താനല്ലേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, ബോയ്സിൻ്റെ ഭാഗത്തു നിന്നും ആരോ ഒരാൾ വിളിച്ചപ്പോഴാണ് അർജുൻ ഇത് ക്ലാസ് റൂം ആണെന്ന് പോലും തിരിച്ചറിഞ്ഞത്. ആ യെസ്, അവൻ ലെക്ചർ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് നടന്നു. നിന്നെ തന്നെ സാറ് നോക്കിയിരിക്കുന്നത് എന്തിനാ പെണ്ണെ? ഹന്ന പതിയെ ചോദിച്ചു. ആവോ, എനിക്കറിയില്ല. ചിമ്മും പറഞ്ഞു. എന്തോ ഉണ്ട്, ഉറപ്പാ. ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കില്ലല്ലോ. സൈലൻസ്, സാർ ഉച്ചത്തിൽ പറഞ്ഞു. ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ദിസ്. അർജുൻ ബോർഡിൻ്റെ നേർക്ക് തിരിഞ്ഞു. കുട്ടികളിൽ പലരും ചിമ്മുവിനെ സംശയത്തോടെ നോക്കുന്നത് അവൾ കണ്ടില്ലെന്ന് നടിച്ചു. നാലും ഈ ഏട്ടൻ എല്ലാം കുളമാക്കും, അവൾ ഓർത്തു. തുടരും. ചെറിയ പാട്ടാണ്, ഒന്ന് ക്ഷമിക്കൂ കേട്ടോ. വലിയ പാട്ട് തരാം. തീർന്നു വരുന്നേ. അതെ, എഴുതിത്തരുന്ന കുട്ടിക്ക് പനിയായോണ്ട് ഞാനാണിതെഴുതിയത്. മിസ്റ്റേക്ക് കാണും, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇനി അടുത്ത പാട്ട് തിങ്കൾ രാത്രി തരാം. അപ്പോഴേക്കും ആ കുട്ടിയുടെ പനിയൊക്കെ കുറയുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കഥ വായിച്ചിട്ട് സപ്പോർട്ട് തരണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.